അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് കോയമ്പത്തൂർ പോയിട്ട് എന്തേ കൊടുന്നല്ലേ. കോയമ്പത്തൂർക്ക് സാധനം ഇലക്ട്രിക്കിൻ്റെ സാധനം എടുക്കാൻ പോയിട്ട് എന്തേ കൊടുന്നല്ലേ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കൊടുന്നത് ഈ 2 സാധനമാണ്. ഈ 2 വയറ് മാത്രമാണ് ഞാൻ കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് കൊടുത്തിട്ടുള്ളൂ. ഈ 2 വയറ് അവിടുന്ന് എടുത്ത് പോന്നു. എന്നിട്ട് നമ്മളെ ഇവിടെ ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ തൃശ്ശൂരിൽ വിൽവെക്സ് ഉണ്ടല്ലോ കേബിളിൻ്റെ, അവർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊരു സാമ്പിൾ അയച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഇന്ന് കൊറിയർ എത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു. അപ്പോൾ ഇനി നമുക്ക് ആ കൊറിയർ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. DTDPൻ്റെ കൊറിയർ ഓഫീസാണ് ഇത്. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു, അങ്ങനെ സൈനൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മളതായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ എന്തായാലും പൊട്ടിച്ചിട്ടുള്ള വിശേഷങ്ങൾ കൊറിയറായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, സാധനം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അത് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, ഞാൻ നമ്മളെ നാട്ടിലുള്ള ഫിനോലെക്സ് പറഞ്ഞ ഒരു കേബിളിൻ്റെ ഒരു പീസും മേടിച്ചിട്ടുണ്ട്. വിൽവെക്സിൻ്റെ അത് എടുത്ത് വെച്ചത് നമുക്ക് നോക്കാം. ഇതോ കണ്ടോ, ഒരേ ദിവസം തുറന്നു വെച്ചതാണ്. ഇത് നല്ല മാറ്റം കാണുന്നുണ്ടോ? ഇതിന് ഒരു ബ്ലാക്ക് ഷെയ്ഡായി വന്നിട്ടില്ലേ, എന്നാൽ ഇത് കണ്ടില്ലേ, ഇതിപ്പോഴും അന്നാ അത് വെച്ച് അതേ സെയിം ആയിട്ടാണ്. ഓക്കെ, ഇതൊന്നും തമ്മിൽ മാറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട ഫുള്ള് വിശദമായിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ലിങ്ക് ഉണ്ട്, അതിന് പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ.